Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് സെഷ്വാൻ സോസിന്റെ റെസിപ്പിയാണ്. ഇപ്പോൾ സെഷ്വാൻ എന്ന് പറയുന്നത് ചൈനയിലെ ഒരു പ്രൊവിൻസ് ആണ്. അവിടുത്തെ ഫുഡ് സാധാരണ ഭയങ്കര സ്പൈസിയാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു ഇൻഡോ ചൈനീസ് സ്റ്റൈലിലാണ്. അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ചില്ലീസ് സോക്ക് ചെയ്യണം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 12 സാധാരണ വറ്റൽമുളക്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10 ചില്ലീസ്. കാശ്മീരി ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിച്ചേക്കുന്നത് byadagi ചില്ലീസാണ്. ഇത് നമുക്ക് ആമസോണിലും ഓൺലൈൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കാശ്മീരി ചില്ലി ഉപയോഗിക്കാം. ഒരു 10 എണ്ണം. ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കാം. നമ്മൾ സോക്ക് ചെയ്യാനായിട്ടാണ്. ഒരു 10-15 മിനിറ്റ് ഇത് സോക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ മുളകും മുങ്ങിക്കിടക്കണം വെള്ളത്തിൽ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. 10 മിനിറ്റോളം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ മുളക് തിളപ്പിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. സ്പൂൺ വെച്ചിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നോക്കുന്നത് ഈ മുളക് നന്നായിട്ട് സോഫ്റ്റ് ആവണം. നമ്മൾ അരയ്ക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടാനായിട്ടാണ്. ഞാനിവിടെ byadagi ചില്ലീസാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇത് കർണാടകയിലൊക്കെ ഉള്ള കോമൺ ആയിട്ട് കിട്ടുന്നൊരു ചില്ലിയാണ്. നമുക്കിത് ഓൺലൈൻ കിട്ടും. byadagi ചില്ലി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല നിറം കിട്ടും, ഒത്തിരി എരിവും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളക് മാത്രമേ ഉള്ളെങ്കിൽ ഒരു പകുതി എണ്ണത്തിൻ്റെ സീഡ്സ് കളഞ്ഞിട്ട് ഫുൾ അളവും നമുക്ക് സാധാരണ മുളക് വെച്ചിട്ട് ഉണ്ടാക്കാം, വറ്റൽ മുളക് വെച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷെ നിറം കുറവായിരിക്കും സോസ് ഉണ്ടാക്കി വരുമ്പോൾ. അതിന് പകരം കാശ്മീരി മുളകാണേലും നമുക്ക് ഉപയോഗിക്കാം. കാശ്മീരി മുളകും നന്നായിട്ട് അവൈലബിൾ ആണല്ലോ, അപ്പോൾ അത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നോക്കിയാൽ ഇതെല്ലാം മുളകെല്ലാം നല്ല സോഫ്റ്റായി ഓഫ് ചെയ്യാം. ഇനി ഇത് കൂളാവണം. കൂളായി കഴിയുമ്പോൾ നമ്മളിത് അരച്ചെടുക്കും. നമ്മൾ കൂളാവാനായിട്ട് വെച്ചേക്കായിരുന്നു. ഇനി ഇത് അരച്ചെടുക്കാം, ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് റിസർവ് ചെയ്ത് വെക്കുക, നമുക്കത് ആവശ്യം വരും. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത്. ഇച്ചിരി തരിയുള്ള പോലെ ആണ് എടുത്തേക്കുന്നത്. അപ്പം അടുത്തായിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കാം. സോസിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ, ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ഗ്രൗണ്ട്നട്ട് ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് കുറച്ച് നാളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. മാസങ്ങൾ നമുക്ക് 3-4 മാസമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണ കുറച്ച് കൂടുതലായിരിക്കും ഉപയോഗിക്കുക. ഒരു പ്രിസർവേഷൻ പോലെ എണ്ണ കുറച്ച് കൂടുതലാണ് ഉപയോഗിക്കുക. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്റ്റാർ അനീസ് അല്ലെങ്കിൽ തക്കോലത്തിൻ്റെ പകുതി ചേർക്കാം. കൂടാതെ കുറച്ച് സെഷ്വാൻ പെപ്പർകോൺസും കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ സെഷ്വാൻ പെപ്പർകോൺസ്. ഇപ്പോൾ സെഷ്വാൻ പെപ്പർകോൺസ് നമുക്ക് ഇതുപോലെ കിട്ടും വാങ്ങിക്കാനായിട്ട്. ഇത് ഓൺലൈൻ കിട്ടും, ചില സൂപ്പർ മാർക്കറ്റ്സിൽ കിട്ടും. അത് ഞാൻ അകത്തെ കോൺസ് മാത്രം ഇളക്കിയെടുത്തിട്ടാണ്. ഇതേപോലെ കിട്ടും. നമ്മുടെ കുരുമുളക് പോലെ തന്നെ ഇരിക്കും, ഫ്ലേവർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ സ്പൈസസ് ഇട്ട ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാം. വെളുത്തുള്ളി നമുക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ ചോപ്ഡ് ഗാർലിക്കാണ്, ഫൈൻ ചോപ്ഡ് ഗാർലിക്. 4 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ. നിങ്ങളുടെ ഈ സെലറി ഉണ്ടെങ്കിൽ സെലറി ഒരു തണ്ടുകൂടി കൂടെ ചേർക്കാം. നല്ലൊരു മണം വരണം. ഒത്തിരി ബ്രൗൺ ആവാൻ വെയിറ്റ് ചെയ്യേണ്ട. നല്ലൊരു മണം വരുമ്പോൾ നമ്മളിതിനകത്തേക്ക് ചില്ലി പേസ്റ്റ് ചേർക്കാം. അപ്പം നമ്മൾ സെഷ്വാൻ പെപ്പർകോൺസ് ഇല്ല എങ്കിൽ അത് ഒമിറ്റ് ചെയ്യുക. സ്റ്റാർ അനീസ് മാത്രം ഇട്ടിട്ട്, തക്കോല മാത്രം ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ പച്ചമണം മാറി നല്ലൊരു മണം വന്നു. ഈ സമയത്ത് നമുക്ക് ചില്ലി പേസ്റ്റ് ചേർക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റുക. മുളകിൻ്റെ പച്ചമണം മാറണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വരെ കുക്ക് ചെയ്യുക. മുളകിൻ്റെ പച്ചമണം എല്ലാം മാറണം. ഇനി നമുക്കിതിനകത്തേക്ക് ഈ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളം, കൂടാതെ എക്സ്ട്രാ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, നന്നായിട്ട് തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് വിനീഗർ കൂടെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വിനീഗർ. നല്ലൊരു തിള വന്നു കഴിയുമ്പം തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അപ്പം ഇത് തിളയ്ക്കാൻ തുടങ്ങി. നമുക്കിനി തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അത് നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് സൈഡിൽ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കണം, കുറച്ച് സോയ സോസ് ഒഴിക്കണം. 1 ടീസ്പൂൺ സോയ സോസ് ചേർക്കാം. അതേപോലെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. സോൾട്ടോ ഷുഗറോ ഒക്കെ എക്സ്ട്രാ വേണമെങ്കിൽ ചേർക്കാം. ടൊമാറ്റോ സോസും സോയ സോസും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എല്ലാം പാകത്തിലാണ്. ഉപ്പ്, എരിവ്, പുളിയൊക്കെ പാകത്തിലാണ്. എരിവ് പൊടിക്ക് മുമ്പിലാണ്, ആ രീതിയിലാണ് നമ്മൾ സെഷ്വാൻ സോസ് എടുക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. സെഷ്വാൻ സോസ് നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ കിട്ടി. അപ്പം റെഡി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്റ്റാർ അനീസും സെഷ്വാൻ പെപ്പർകോൺസും ഒക്കെ റിമൂവ് ചെയ്യാം. ഈ ഒരു സോസ് നമ്മൾ സെഷ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ സെഷ്വാൻ നൂഡിൽസ് ഉണ്ടാക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. കൂടാതെ നമുക്ക് ഡിപ്പായിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. സമൂസയുടെ കൂടെയോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെയൊക്കെ ഇത് ഡിപ്പായിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.